ഹായ് ഹലോ. ഇപ്പോൾ ഗൗരിശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗൗരിശങ്കരത്തിൽ ഇപ്പോൾ ഗൗരിയെ കാണാതായ ആ ഒരു ടെൻഷനിൽ ശങ്കർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗൗരിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ ശങ്കർ നടത്തുന്നുണ്ടെങ്കിലും ഒരിക്കലും ഗൗരിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് തൻ്റെ രാഷ്ട്രീയ ഭാവി കുറച്ചുകൂടി വളർത്താൻ വേണ്ടിയിട്ട് മഹാദേവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സംഭവങ്ങളൊന്നും അറിയാതെ, തൻ്റെ അനിയത്തിക്ക് നടന്ന പ്രശ്നങ്ങൾ പോലും അറിയാതെ അവിടെ ശങ്കർ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുമ്പോൾ ഇവിടെ ആദർശ് വലിയൊരു പോലീസിന്റെ കുരുക്കിൽ പെട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ തന്നെ ചതിച്ച ആരാണ് എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ പോലീസിന്റെ പിടിയിൽ നിന്നും ആദർശിനെ രക്ഷിക്കാനായിട്ട് വേണിക്കും പ്രൊഫസറിനും സാധിക്കത്തുള്ളൂ. അങ്ങനെ രണ്ട് കുടുംബവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ശങ്കറിനാണെങ്കിൽ ഗൗരിയെ രക്ഷിക്കുകയും ചെയ്യണം, പക്ഷേ വേണിക്ക് ആദർശിന് സംഭവിച്ച ആ ഒരു ദുരന്തം അറിഞ്ഞിട്ടില്ല. അവിടെ വേണിക്കാണെന്നുണ്ടെങ്കിൽ തന്റെ ആദർശേട്ടനെ രക്ഷിക്കുകയും ചെയ്യണം, പക്ഷെ ഗൗരിയെ തട്ടിക്കൊണ്ടുപോയ കാര്യം അറിഞ്ഞിട്ടില്ല. അങ്ങനെ രണ്ടുപേരും പരസ്പരം അറിയാതെ വലിയൊരു അപകടത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കാം? എന്തായാലും ഇന്ന് ഗൗരിയെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നും എന്താണെന്നും ഇതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണെന്നൊക്കെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ എപ്പിസോഡിൽ. പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഗൗരി കണ്ണു തുറന്നു നോക്കുമ്പോഴത്തേക്കും ഇവിടെ വലിയൊരു ഹാള് പോലത്തെ സ്ഥലം, അവിടെ വേറെ ആരുമില്ല. ഗൗരി കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരാൾ തൻ്റെ കയ്യിലുള്ള ആ കെട്ടൊക്കെ മാക്സിമം അഴിച്ചു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അയാൾ ഇട്ടിരിക്കുന്ന വേഷം ഒരു കളരി പഠിപ്പിക്കുന്ന ആ ഒരു ശിഷ്യയുടെ വേഷമാണ്, കളരി പഠിക്കുന്ന ശിഷ്യയുടെ വേഷമാണ് ആ ഒരു പെൺകുട്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഗൗരി പതുക്കെ കണ്ണു തുറന്നു നോക്കുന്നു, വേറെ ആരെയും കാണാനില്ല. പെട്ടെന്ന് ഗൗരി ചോദിക്കുകയാണ്, നീ ആരാ? നീ എന്തിനാ എന്നെ ഇവിടെ തട്ടിക്കൊണ്ട് വന്നത്? എന്താ നിങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളൊന്നും പറയുന്നില്ല. എന്നാൽ നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നത്? എന്തായാലും എനിക്ക് ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നീ രക്ഷപ്പെട്ടോ എന്ന് ഗൗരിയോട് ആ ഒരു പെൺകുട്ടി പറയുകയും അങ്ങനെ ഗൗരി ഓടിപ്പോയി അവിടുത്തെ കതക് തുറന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ആ പെൺകുട്ടി മനസ്സിൽ തന്നെ പറയുന്നുണ്ട്, ഇവിടുന്ന് അവൾ എത്ര ദൂരം പോകുമെന്ന് നമുക്ക് നോക്കാമല്ലോ എന്ന് ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗൗരി കതക് തുറന്ന് നോക്കുമ്പോൾ അവിടെ കളരി പയറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു സ്ത്രീയെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു വാൾപ്പയറ്റ് പോലത്തെ സംഭവം, ആ ഒരു കളരി കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരിക്കലും ഗൗരിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല. എങ്ങനെ രക്ഷപ്പെട്ടാലും അവർ തന്നെ പൂട്ടുമെന്ന് ഗൗരിക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ നിൽക്കുകയും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു പെൺകുട്ടിയും പുറകെ വന്നു. അങ്ങനെ ഗൗരിയെ കണ്ടുടനെ തന്നെ ആ ഒരു സ്ത്രീ തൻ്റെ കയ്യിലിരിക്കുന്ന പരിചയം കാര്യങ്ങളൊക്കെ അവിടെ വെച്ചതിന് ശേഷം പതുക്കെ ഫ്രണ്ടിലോട്ട് നടന്ന് ഗൗരിയുടെ മുന്നിലെത്തി. അപ്പോൾ ഗൗരി അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? നിങ്ങൾ എന്ത് ദ്രോഹമാണ് എന്നോട് കാണിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾക്കറിയാമോ, ഞാൻ ചാരങ്ങാട്ട് മഹാദേവന്റെ മരുമകളാണ്, ശങ്കർ മഹാദേവന്റെ ഭാര്യയാണ് ഞാൻ. അപ്പോൾ ശങ്കർ ഇതുവരെയും എന്നെ കാണാതെ ആ ഒരു ടെൻഷനിൽ ശങ്കർ എന്നെ തേടി അവിടെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്നെ തട്ടിക്കൊണ്ട് പോയ കാര്യം ശങ്കർ അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളാണ് ഇതിന്റെ പിന്നിലെന്ന് ശങ്കർ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കഥ തീർന്നു കഴിഞ്ഞു. ശങ്കർ ഉറപ്പായിട്ടും എന്നെ തേടി ഇവിടെ വന്നിരിക്കും എന്നൊക്കെ ഗൗരി അവരോട് പറയുമ്പോൾ അവർ പെട്ടെന്ന് ഗൗരിയുടെ കയ്യിൽ കയറി പിടിക്കുകയും എന്നിട്ട് പതുക്കെ ഗൗരിയുടെ കൈയുടെ ആ ഒരു മുട്ടില് കൈ ചുഴറ്റി എന്തോ ഒരു കാര്യം ചെയ്ത് പെട്ടെന്ന് തന്നെ ഗൗരിയുടെ കൈ തളർന്നങ്ങ് പോയി. അവിടെ വെച്ച് ഗൗരിക്ക് കൈ അനക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവർ തിരിച്ച് ഗൗരിയോട് പറയുവാണ്, ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ, നിന്റെ കൈ അനക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടാനായിട്ട് നിഷ്പ്രയാസം സാധിക്കത്തില്ല, ഒട്ടും പറ്റത്തില്ല. ഞങ്ങൾക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്, അത് എന്താണെന്ന് നിന്നോട് പറയാം. പക്ഷേ ഇവിടെ നിന്ന് നീ രക്ഷപ്പെടുക എന്നുള്ള ഒരു കാര്യം നീ ഇതോടുകൂടി മറന്നു കഴിഞ്ഞോ? നീ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? നിന്റെ ഈ കഴുത്തിന്റെ ഭാഗത്ത് 3 ഭാഗമുണ്ട്. അവിടെ ഞാൻ ഒരു മർമ്മവിദ്യ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് സംസാരിക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെടും. ഞാൻ വിചാരിച്ചാൽ മാത്രമേ പിന്നെ അത് തിരിച്ചു കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നീ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് തിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് ഗൗരിയോട് പറഞ്ഞതിന് ശേഷം അവരെ കയ്യിൽ പിടിച്ച് വീണ്ടും കൈ ചുഴറ്റി ആ ഒരു കൈ ചുഴറ്റി അവിടെ ഇങ്ങനെ മർമ്മസ്ഥാനത്ത് വെച്ച് പിടിച്ചു കൊടുത്തപ്പോൾ ഗൗരിയുടെ കൈ അനക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗൗരിക്ക് മനസ്സിലായി തനിക്ക് ഇവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല.
ഇവരുടെ ലക്ഷ്യം എന്താണ്, ഇവരെന്തിനാണ് എന്നെ തട്ടിക്കൊണ്ട് വന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ഗൗരിക്ക് മനസ്സിലായി. അങ്ങനെ ഗൗരി മിണ്ടാതെ അവിടെ പോയിരുന്നു. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ ശങ്കർ ഗൗരിക്ക് വേണ്ടിയിട്ട് അവിടെ നഗരം മുഴുവൻ തേടി നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഗൗരിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ശങ്കർ. എന്നാൽ ഈ ഒരു അവസരം മുതൽ അപ്പോൾ ആദ്യം മഹാദേവന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. വക്കീൽ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പോലീസ് വരും, മീഡിയക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ മീഡിയക്കാരോ മുന്നിൽ പോയി ഞാൻ എന്ത് പറയാനാണ്, ഇനിയിപ്പോൾ പോലീസുകാരും വരും, പോലീസ് അന്വേഷിക്കും, അതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കഥ തീർന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ വക്കീൽ പറഞ്ഞത്, തമ്പിയും കൂട്ടരെയും കണ്ടുപിടിച്ചാൽ മാത്രമല്ലേ ഇവിടെ നിങ്ങളുടെ ചതി പൊളിയത്തുള്ളൂ. പക്ഷെ തമ്പിയും കൂട്ടരെയും കണ്ടുപിടിക്കാനായിട്ട് പോകുന്നില്ലല്ലോ. എന്തായാലും കണ്ടുപിടിക്കുന്നത് വരെ നമുക്ക് ഈ ഒരു അവസരം മുതലാക്കാം. ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് മഹാദേവൻ സാറിന്റെ ആ ഒരു രാഷ്ട്രീയ ഭാവി കുറച്ചുകൂടി പൊക്കിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മഹാദേവൻ ആ ഒരു മീഡിയയുടെ ഫ്രണ്ടിലെത്തി. എന്നിട്ട് തന്റെ മരുമകളെ തട്ടിക്കൊണ്ടുപോയത് ആരായാലും എന്നോട് ചെയ്ത ദ്രോഹമാണെന്നും എന്നെ എന്ത് വേണോ ചെയ്തു, പക്ഷെ എന്റെ മരുമകളെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എതിർ പാർട്ടിക്കാരെയും കുറ്റം പറഞ്ഞുകൊണ്ട് മഹാദേവൻ തന്റെ വലിയൊരു സങ്കടം അവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുകയാണ്. ആ ഒരു സംസാരങ്ങൾ കഴിഞ്ഞ് അകത്തോട്ട് വരുന്ന സമയത്ത് പോലീസ് വരികയും ഈ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സഹായങ്ങൾ വേണമെന്നും ഈ ഗൗരിയെ തട്ടിക്കൊണ്ടുപോയത് എവിടെ വെച്ചാണെന്നും ആ ഒരു ഫംഗ്ഷൻ നടന്നത് എവിടെ വെച്ചാണെന്ന് സ്ഥലം എനിക്ക് കാണിച്ചു തരണം. എന്നാൽ ഈ ഒരു തട്ടിക്കൊണ്ടു പോകാനായിട്ട് ആ ഒരു കള്ളന്മാര് ഇപ്പോൾ ഏതൊരു പ്രതിയും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും അവിടെ അറിയാതെയാണെങ്കിൽ പോലും വിട്ടിട്ട് പോകും. ആ ഒരു തെളിവ് പിടിച്ചിട്ടാണ് ഞങ്ങൾ കുറ്റവാളിയുടെ മുന്നിലോട്ട് എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെളിവ് ബാക്കിയുണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ശങ്കർ വന്നു. എന്നാൽ തന്റെ ഗൗരിയെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ആ ഒരു സങ്കടത്തിലെ ശങ്കറിന് ഒന്ന് നേരെ ഇരിക്കാൻ പോലും അത്രയ്ക്ക് സങ്കടത്തോടെ ശങ്കർ റൂമിലോട്ട് കയറി പോവാണ്. ഈ ഒരു സമയത്ത് അവിടെ ആദർശിനെ വേണിയും പ്രൊഫസറും പോയി കണ്ടു. ആദർശിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറഞ്ഞത്, ഇതെന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ആ ഒരു മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തത് ഞാനാണ്, എൻ്റെ ഒപ്പ് തന്നെയാണ്, കള്ള ഒപ്പല്ല. പക്ഷേ അത് എവിടെ ഒപ്പിട്ട് കൊടുത്തു, എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. ആ ഒരു പത്രത്തിന്റെ കോപ്പി പോലീസുകാർ എന്നെ കാണിച്ചപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ പിടികിട്ടിയത് എന്നവിടെ ആദർശ് വേണിയോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതിൽ എങ്ങനെ കണ്ടുപിടിക്കാനാണ്, ഇതൊക്കെ കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോടതി വിശ്വസിക്കുമോ, ആദർശിന്റെ ഒപ്പാണ്, പക്ഷേ ആദർശ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും എന്നൊക്കെ പറയുമ്പോൾ വേണി ആവർത്തിച്ച് ചോദിച്ചു, ഇവിടെ കുറ്റം ചെയ്തു എന്ന് പറയുന്ന ആ ദിവസം ഇവിടെ ആദർശേട്ടന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു, അന്ന് ശിവരഞ്ജിനി ഉണ്ടായിരുന്നു എന്ന് ആദർശ് ഓർത്തെടുത്ത് പറഞ്ഞു. അപ്പോൾ ശിവരഞ്ജിനിയാണ് ഇതിന്റെ പിന്നിൽ എന്ന് വേണിക്ക് ചെറിയൊരു സംശയമുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേണി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അവിടെ ഗൗരിയെ കണ്ടുപിടിക്കാനായിട്ട് ശങ്കറിന് സാധിക്കുമോ, ഈ പ്രശ്നങ്ങൾ എല്ലാം അവസാനിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.